കോളേജിൽ പഠിക്കുന്ന സമയത്ത് മിസ്സിംഗ് ആയ ഒരു കുട്ടീനെ കുറിച്ചാണ്. ആ കുട്ടിയുടെ പേരൻസ് ഇപ്പോഴും ആ കുട്ടിക്ക് ജസ്റ്റിസിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോർട്ടില്. അതായത് നമ്മളിത് തമാശ രീതിയിൽ ഒരു സിനിമ എന്നുള്ള രീതിയിൽ അടിച്ചുപൊളി കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിടുന്നതിലുപരി ഇതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമ വിജയിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ആ കുട്ടിയുടെ പേരൻസിന് ജസ്റ്റിസ് കിട്ടണം എന്നുള്ളത്. ഇറ്റ്സ് എ സോഷ്യൽ കോസ് ഓൾസോ. അപ്പം നമ്മൾ ഈ സിനിമ വിജയിക്കുന്നതിലൂടെ ഈ വിഷയം ചർച്ചയാകണം. ഈ കേസ് വീണ്ടും ഇൻവെസ്റ്റിഗേഷനിൽ വരണം. ആ കുട്ടിയുടെ ഫാമിലിക്ക് വീണ്ടും നീതി ലഭിക്കണം. അതും നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇപ്പം മിഷേൽ ഷാജി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കേസാണ്. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കാം, ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആ കേസും നിങ്ങൾക്ക് അറിയാം. എത്ര പേർക്ക് അറിയാം മിഷേൽ ഷാജി കേസിനെ കുറിച്ച്? കുറച്ച് പേർക്കെങ്കിലും അറിയാം. അറിയാത്തവര് അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ബിക്കോസ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസാണ്. അപ്പം അത് ആസ് ഹ്യൂമൻ ബീങ്സ് ഇറ്റ്സ് ആർ ഡ്യൂട്ടി ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ഇൻജസ്റ്റിസ്. എസ്പെഷ്യലി കോളേജ് സ്റ്റുഡൻസ് ആണ് പല പല പ്രശ്നങ്ങൾക്കും പോരാടി എന്താ പറയുക ജസ്റ്റിസ് വാങ്ങി കൊടുത്തിട്ടുള്ളത്. അതായത് നിങ്ങളുടെ വോയിസ് ആർ ഹേർഡ് ഇപ്പോൾ. സോ യു ഗൈസ് ക്യാൻ ഡു ദാറ്റ് ഫ്രം യുവർ സൈഡ്. കൂട്ടത്തിൽ ഞങ്ങളുടെ സിനിമ വിജയിക്കുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് മൈ വേർഡ് ദാറ്റ് one of you, not everyone, one person from your college will get a very nice gift and this is my word. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ ഇന്നും നാളേക്കുള്ളിൽ നിങ്ങളുടെ കോളേജിന്റെ പേരും എന്നെ ടാഗ് ചെയ്താലും മതി. എന്നെ അല്ലെങ്കിൽ വിഷ്ണു, വിനയ്, രഞ്ജിൻ രാജ്, അഭിലാഷ് പിള്ളை, അർജുൻ അശോകൻ. പക്ഷെ എന്നെ കൂടെ ടാഗ് ചെയ്യണം. ബിക്കോസ് ഗിഫ്റ്റ് ഞാനാണ് തരുന്നത്, ഇവരാരും തരില്ല. അപ്പൊ ഞാനും കൂടെ കാണണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഗിഫ്റ്റ് നിങ്ങൾക്ക് എത്തും. പിന്നെ വേറെ ഒന്നും പറയാനില്ല. അപ്പൊ നിങ്ങൾ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കുക. കൂട്ടത്തിൽ ഒരു ദിവസം ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ഡേ ടൈമിൽ സിനിമയൊക്കെ പോയി കാണാം. എനിക്കറിയാം നല്ലത് പറയുമ്പോൾ ആർക്കും ഈ എനർജി ഇല്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ എനർജി ഉണ്ടാവും. എനിക്കറിയില്ല, ഞാനും അതുപോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി എന്താ പറയുക, ഇതൊരു സീരിയസ് സിനിമ മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് പേരൻസ് നമുക്ക് കാണുമ്പോൾ നമ്മുടെ അച്ഛനമ്മയൊക്കെ ഓർമ്മ വരുന്ന, അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഒക്കെ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതിനൊരു സിനിമാറ്റിക് സൈഡും ഉണ്ട്. അപ്പൊ തീർച്ചയായും പോയി കാണാം. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ കോസ്റ്റ്യൂം പാർട്ടിയൊക്കെ അടിപൊളിയാവട്ടെ. ഇത് നിങ്ങൾക്ക് ഡീജെ നൈറ്റ് ഒക്കെ ഉണ്ടോ? തോന്നി എല്ലാവരുടെയും ഈ ഒരു ഉഷാറ് കണ്ടപ്പോൾ തോന്നി. അപ്പൊ അതൊക്കെ അടിച്ചു പൊളിക്കുക. എന്താ പറയാ, ഈ ഒരു ഏജ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. കാരണം ഈ പ്രായത്തില് കുറച്ച് വലിയ ആൾക്കാർ നമ്മളോട് വന്ന് പറയുമ്പോൾ നമുക്ക് തോന്നില്ല. നമ്മൾ വിചാരിക്കും ചുമ്മാ വെറുതെ അവർ ഈ കോളേജൊക്കെ കഴിഞ്ഞുകൊണ്ട് പറയാമെന്ന്. പക്ഷെ ആക്ച്വലി അല്ല. ഈ ഒരു ദിസ് ഇസ് ദി ലാസ്റ്റ് ടൈം ഓഫ് യുവർ ലൈഫ് where you won't be questioned. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് വരും. കുറച്ച് കാലം കഴിയുമ്പോൾ വീട്ടുകാർ പൈസ എടുത്തുനിന്ന് നിർത്തും. പിന്നെ നിങ്ങൾ എന്താ പൈസ കൊടുക്കാത്തതെന്നുള്ള ചോദ്യങ്ങൾ വരും. അവനവൻ്റെ കാര്യങ്ങൾ അവനെ നോക്കേണ്ടി വരും. ബില്ലുകൾ അടയ്ക്കേണ്ടി വരും. കല്യാണമൊക്കെ കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി വരും. പിള്ളേരെ അതിൻ്റെ അപ്പുറത്തെ റെസ്പോൺസിബിലിറ്റി വരും. പിന്നെ എല്ലാ മാസവും നമ്മൾ വിചാരിക്കും അയ്യോ ഈ ബില്ലടയ്ക്കാൻ പൈസ ഇല്ല, ഈ സാധനം വാങ്ങാൻ പൈസ ഇല്ല, അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ വരും. ഈ പ്രായമാണ് ഇതൊന്നുമില്ലാതെ ഇടയ്ക്കൊന്ന് പഠിക്കുക, ജസ്റ്റ് പാസ്സാകാൻ വേണ്ടി ഒന്ന് പഠിക്കുക, ബാക്കിയുള്ള സമയം അടിച്ചു പൊളിക്കുക, ലൈൻ അടിക്കുക, ഫ്രണ്ട് സൈഡ് കറങ്ങുക, കുറച്ച് തേപ്പ് വാങ്ങുക, കുറച്ച് തേപ്പ് കൊടുക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും ചെയ്യാതിരിക്കരുത്. തേപ്പ് കിട്ടിയ ആൾക്കാർ വിഷമിക്കരുത്, അത് കിട്ടണം. തേപ്പ് കൊടുക്കുന്ന ആൾക്കാരും വിഷമിക്കരുത്, അത് കൊടുക്കണം. ഇത് കൊടുക്കുക വാങ്ങുക ചെയ്യേണ്ടതാണ്. ഈ പ്രായത്തിൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസസ് ഉണ്ടാവുള്ളൂ. ഞാൻ കുറെ ഉപദേശിച്ചു. താങ്ക് യു സോ മച്ച്. സുഖല്ലേ? ഇന്ന് കോസ്റ്റ്യൂം പാർട്ടിയാണോ? കോസ്റ്റ്യൂം പാർട്ടി എന്ന് വെച്ചാൽ എന്താന്ന് എനിക്കറിയില്ല. ഞാൻ പഠിക്കുമ്പോൾ കോസ്റ്റ്യൂം ഹാലവീൻ പാർട്ടിയാണോ നിങ്ങൾ ഉദ്ദേശിച്ചല്ല? ഇഷ്ടമുള്ള കോസ്റ്റ്യൂം ഇട്ടിട്ട് വരാം. എന്നിട്ട് അതാണ് ഇയാളുടെ കോസ്റ്റ്യൂം എന്താ? അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും വേണ്ട. കളർ ഡ്രസ് പാർട്ടി, അതാണ് കോസ്റ്റ്യൂം. ഓക്കെ, അടിപൊളി. എന്തായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിഫോം ഉണ്ടോ? അപ്പൊ എല്ലാ ദിവസവും കോസ്റ്റ്യൂം പാർട്ടി അല്ലേ? ഓക്കെ, എന്തായാലും ഇന്ന് അടിച്ചു പൊളിക്കേണ്ട ഒരു ദിവസമാണെന്ന് മനസ്സിലായി. നിങ്ങൾ അടിച്ചു പൊളി കഴിഞ്ഞോ? ഇതാണോ ലാസ്റ്റ് പരിപാടി? തുടങ്ങാൻ പോവാണോ? ഓക്കെ,
നല്ല അഭിപ്രായത്തോടുകൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒരു ചെറിയ സക്സസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ പഴയ ഡയറക്ടേഴ്സൊക്കെ വന്ന് അവരൊക്കെ പടം കണ്ട് അവർക്കൊക്കെ ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ ഇന്ന് തിയേറ്ററിൽ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കും അടിച്ചു പൊളിക്കാനുള്ള ഒരു സമയമാണ്. അപ്പോൾ ഞങ്ങളും അതേ മൂഡിലാണ് ഇവിടെ വന്നത്. അപ്പോൾ അതേ എനർജി നിങ്ങളുടെ നിന്ന് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. സാധാരണ എനിക്ക് ഈ അടുത്ത് തോന്നിയൊരു കാര്യമാണ്. സാധാരണ ഞാൻ ഇതിന് മുമ്പ് ഒരു കോളേജിൽ പോയി. അപ്പോൾ ആ കോളേജിൽ പോയ സമയത്ത് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഞങ്ങള് ഒരു പ്രൊമോഷനായിട്ട് ഞങ്ങളുടെ പടത്തിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അതായത് ഒന്നില്ലെങ്കിൽ ആനന്ദ് ശ്രീബാലയുടെ പോസ്റ്ററോ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്തെങ്കിലും ഞങ്ങളുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾ എടുത്തൊരു സ്റ്റോറി ആയിട്ട് ഇടുവാണെങ്കിൽ പ്ലസ് നിങ്ങളുടെ കോളേജിന്റെ പേരും ഞങ്ങൾ ഇത്രയും പേരെ മെൻഷൻ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മൾ തരുന്നുണ്ടെന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞ കോളേജിൽ ആരും അത് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ ആ സംഭവം ഈ കോളേജിലേക്ക് കൊണ്ടുവരാണ്. ബിക്കോസ് നമ്മുടെ പടത്തിന്റെ ഫസ്റ്റ് വീക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് പ്രൊമോഷൻ വളരെ ഇമ്പോർട്ടൻ്റ്